വർക്കലയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു. വർക്കല മൂങ്ങോട് ഭഗവതിപുരത്ത് നെടിയവിള വീട്ടിൽ ശിശുപാലിന്റെയും പ്രസന്നകുമാരിയുടെയും വീട്ടിലാണ് 62 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്. ഇക്കഴിഞ്ഞ 15-ാം തീയതി രാത്രി 8:30-നും 10:45-നും ഇടയ്ക്ക് പവർ കട്ട് സമയത്താണ് നാടിന് നടുക്കിയ കവർച്ച നടന്നത്. ശിശുപാലനും ഭാര്യ പ്രസന്നകുമാരിയും മകൾ നവീനയും ചെറുമകനുമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. മോഷണം നടന്ന ദിവസം രാത്രി 8:30 ഇവരെല്ലാവരും കൂടി ആറ്റിങ്ങിൽ താമസിക്കുന്ന മകന്റെ വീട്ടിൽ പോയി 2.5 മണിക്കൂറിനകം തിരികെ വരുന്നതിനിടയിലായിരുന്നു കവർച്ച നടന്നത്. ഞങ്ങള് 15-ാം തീയതി അനിയന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് വരാമല്ലോ എന്നുള്ള ഇതില് ഞങ്ങള് ഇവിടെ നിന്ന് 8 മണിയായപ്പോൾ അവൻ വിളിച്ചു. ഞങ്ങൾ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യൂന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ 8:30 ആയപ്പോൾ ഇവിടെ നിന്ന് ധൃതി പിടിച്ച് പോയി. 10:30-ക്ക് മുമ്പ് തിരിച്ചു വന്നു. ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. ഞങ്ങൾ ഡോറ് തുറന്ന് അകത്ത് വന്ന് റൂമിൽ വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ബെഡിലെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു. അപ്പം ഞാൻ ആരെ ഇതൊക്കെ വലിച്ചു വാരി ഇട്ടോ, അങ്ങനെ ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഷെൽഫ് തുറന്ന് വാരിയിട്ട് ഞാൻ ജ്വല്ലറി ബോക്സ് എല്ലാം വാരി കട്ടിലിട്ടേക്കുന്ന എല്ലാം വാരി ഒഴിച്ചിട്ടാണ്. അപ്പോഴേ ഞാൻ നിലവിളിച്ചു, അയ്യോ എൻ്റെ എല്ലാം കൊണ്ടുപോയി കള്ളം കയറിയെന്ന് പറഞ്ഞ് വിളിച്ച് ഉടനെ പോലീസിനെ അറിയിക്കുമായിരുന്നു. എല്ലാ ജ്വല്ലറി ബോക്സും ഞാൻ എല്ലാം ജ്വല്ലറി ബോക്സിലാക്കി. നെക്ലേസ് വെക്കുന്ന വലിയ ബാഗ് ബോക്സുകളിലൊക്കെ തന്നെ വെച്ചാണ് ഈ ബാഗിനകത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്ന കണ്ടപ്പോൾ എല്ലാം പോയെന്ന് കൺഫേം ആയിരുന്നു. ഈ അൽമാരിയും തുറന്ന് ഇതിനകത്തുള്ളതും എല്ലാം എടുത്തുകൊണ്ട് പോയേക്കുമായിരുന്നു. അപ്പോഴേ പിന്നെ ഞാൻ അതെൻ്റെ കല്യാണത്തിനുള്ള ഓർണമെന്റ്സ്, എൻ്റെ അച്ഛൻ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഓർണമെന്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ മോളുടെ കാര്യം വരുമ്പോൾ അത് അങ്ങനെ കൊടുക്കാനോന്ന് പറഞ്ഞുള്ള ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു. എല്ലാം വലിയ മാലകളൊക്കെ ആയിരുന്നു, 6 പവൻ്റെ 8 പവൻ്റെ ഒക്കെ. എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് അങ്ങനെ അങ്ങ് കൊടുക്കണം എന്നുള്ള ഒരു ആശയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളായിരുന്നു എല്ലാം. അത് അമ്മയുടെ 14 പവൻ, അമ്മയുടെ 4 മാല, 2 കമ്മല്, അങ്ങനെ എല്ലാം കൂടെ ആണ് എത്രയായിട്ടുള്ളൂ. കലമ്പലം പോലീസിൽ അറിയിച്ച ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അവരിവിടെ എത്തി. ആദ്യം 2 കോൺസ്റ്റബിൾ ആണെന്ന് വന്നു, പിന്നെ CI, SI, DSP എല്ലാവരും വന്നു. രാത്രി തന്നെ വന്നു. വീടിന് പുറകുവശത്തുള്ള വാതിൽ നീളമുള്ള കമ്പ് ഉപയോഗിച്ച് ജനൽ കമ്പികൾക്കിടയിലൂടെ കടത്തിവിട്ട് കുറ്റി ഇളക്കിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീടിനകത്ത് കടന്ന മോഷ്ടാക്കൾ സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്ന മുറികൾ മാത്രമാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയത്. മുറികളിൽ സൂക്ഷിച്ചിരുന്ന വില കൂടിയ വാച്ചുകളും ലാപ്ടോപ്പുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും കവർച്ചാ സംഘം തൊട്ടിട്ടില്ല. പ്രസന്നകുമാരിയുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 14 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മകൾ നവീനയുടെ മുറിയിൽ അരമാലയിൽ സൂക്ഷിച്ചിരുന്ന 52 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മോഷ്ടാക്കൾ കവർന്നെടുത്തു. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 8:45 കൂടിയാണ് ഇറങ്ങുന്നത്. 8:45 കൂടി ഇറങ്ങി 10:50 എൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടി തച്ചുകുന്നിൻ്റെ എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുമ്പോഴത്തേക്കാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോഴാണ് ഇവർ വരുന്നത്. ഈ വരുന്ന 8:50 ഇവരോട് നിന്ന് ഇറങ്ങി 10:50-55 ഇവർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് സഹോദരിയുടെ മോൻ വന്ന് കഥ തുറന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. സംഭവം 2 മണിക്കൂറിനകത്ത് കാണുന്നത്. അപ്പുറത്തെ വലിയ CCTVയിൽ നോക്കുമ്പോൾ ഇവിടെ 9:05, 9:10 അകത്ത് ഈ ബാക്ക് സൈഡിലായിട്ട് ആള് ടോർച്ച് അടിക്കുന്നൊക്കെ കാണുന്നുണ്ട്. കവർന്നെടുത്തു. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 8:45 കൂടിയാണ് ഇറങ്ങുന്നത്. 8:45 കൂടി ഇറങ്ങി 10:50 എൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടി. ഹോസ്പിറ്റൽ ബെസ്റ്റ് നഴ്സിനുള്ള അവാർഡിന് H. രഹനയും ബെസ്റ്റ് ആക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫിനുള്ള അവാർഡിന് VS ഷീലയും അർഹരായി. ഇവർക്ക് ഡോക്ടർ സനീല ഷാ ഉപകാരങ്ങൾ നൽകി ആദരിച്ചു. തിരിച്ചു വന്ന് സഹോദരിയുടെ മോൻ വന്ന് കഥ തുറന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. സംഭവം 2 മണിക്കൂറിനകത്ത് കാണുന്നത്. അപ്പുറത്തെ വലിയ CCTVയിൽ നോക്കുമ്പോൾ ഇവിടെ 9:05, 9:10 അകത്ത് ഈ ബാക്ക് സൈഡിലായിട്ട് ആള് ടോർച്ച് അടിക്കുന്നൊക്കെ കാണുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാക്കൾ ഇതിനു മുമ്പും പലതവണ ഈ വീടിന്റെ മതിൽ ചാടി കടന്നതായും മോഷണശ്രമം നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. കവർച്ചാ സംഘത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും കല്ലമ്പലം പോലീസ് അറിയിച്ചു. ബീക്കൺ ന്യൂസ്, വർക്കല.